നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതായിട്ട്. ആ വെള്ളം പതിയെ നിങ്ങളുടെ തൊണ്ടയിലൂടെ ഊർന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. വളരെ നിസ്സാരമായ കാര്യമല്ലേ? എല്ലാ ദിവസവും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം. ഇതിൽ എന്താണ് ഇത്ര പ്രത്യേകതയുള്ളത്? നിങ്ങളുടെ തൊണ്ടയിലൂടെ സുഖകരമായിട്ട് ആ ജലം ഒഴുകിപ്പോകാനുള്ള കാരണം നിങ്ങളുടെ തൊണ്ടയുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ ആ ജലത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേക ഘടന കൊണ്ടോ അല്ല, മറിച്ച് അദൃശ്യമായിട്ടുള്ള ചില ക്വാണ്ടം നിയമങ്ങൾ കാരണമാണ്. നിങ്ങളുടെ ശരീരത്തിലൂടെ സദാസമയം ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം, ആ രക്തം അതേപടി അങ്ങനെ ഒഴുകുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ജീവനോടിരിക്കാൻ സാധിക്കുന്നത്. ആ രക്തം അതേപടി ഒഴുകാനുള്ള കാരണവും ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള നക്ഷത്രങ്ങൾ അതേപടി തുടർന്നു പോകാനുള്ള കാരണവും അദൃശ്യമായിട്ടുള്ള ചില ഗണിതങ്ങളാണ്. ഈ വർഷം സയൻസ് അഡ്വാൻസസ് എന്ന ജേണലിൽ പബ്ലിഷ് ചെയ്തു വന്ന ക്രോസ്തിയ ട്രാച്ചങ്കോയുടെ ഒരു ശാസ്ത്ര പ്രബന്ധമാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട റെഫറൻസ്. നിലവിൽ അത് വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം തന്നെ ശാസ്ത്രമേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൂടേറിയ ചർച്ചകളും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ട്. അത് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ പതിവ് പോലെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. പരിശോധിച്ച് നോക്കുക. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്ഥിരാങ്കങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന കോടാനുകോടി കോശങ്ങളുടെ ഉള്ളിലെ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റിയെ, അതായത് ആ ദ്രാവകങ്ങൾ ഒഴുകുന്ന രീതിയെ സ്വാധീനിക്കുന്നതെന്നാണ് ഈ പ്രബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ ശാസ്ത്രത്തെ തലകീഴായി മറിക്കുന്ന ഒരു പ്രബന്ധമാണ്. പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചും അവിടുത്തെ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഭൂമിയിലേക്കല്ല, മറിച്ച് ടെലസ്കോപ്പിലൂടെ, ഒബ്സർവേറ്ററികളിലൂടെ വിദൂരതയിലുള്ള അനേകം ഗാലക്സികളിലേക്കും അവിടെ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങളിലേക്കും ബ്ലാക്ക് ഹോളുകളിലേക്കും ഒക്കെയാണ്. പക്ഷേ ഈ പ്രബന്ധം പറയുന്നത് അവിടേക്കൊക്കെ നോക്കുന്നതിന് മുൻപ് വിലപ്പെട്ട തെളിവുകൾക്ക് വേണ്ടി ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കണമെന്നാണ്. ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കോടാനുകോടി കോശങ്ങളിലേക്കും ആ കോശങ്ങളുടെ ഉള്ളിലൂടെ ഒഴുകി നടക്കുന്ന ദ്രാവകങ്ങളിലേക്കും നോക്കണമെന്നാണ്. ഒരു ജീവൻ നിലനിൽക്കണമെങ്കിൽ ആ ജീവൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന സകല കോശങ്ങളിലും അടങ്ങിയിരിക്കുന്ന ദ്രാവകങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വിസ്കോസിറ്റി ഉണ്ടായിരിക്കണം. അതായത് ആ ദ്രാവകങ്ങൾ ഒഴുകുന്ന നിരക്ക് ഏതാണ്ട് കൃത്യമായിരിക്കണം. ആ കൃത്യതയെ ഉറപ്പുവരുത്തുന്നത് സാക്ഷാൽ ക്വാണ്ടം നിയമങ്ങളാണ്. നമുക്ക് ആ വിസ്കോസിറ്റിയിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. വിസ്കോസിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നല്ല പതിഞ്ഞ വേഗതയിൽ ഒഴുകുന്ന എണ്ണയും തേനുമൊക്കെയാണ്. അതിനൊരു കാരണമുണ്ട്. ഈ എണ്ണയ്ക്കും തേനിനുമൊക്കെ വിസ്കോസിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ എണ്ണ ഒഴുകുന്നത് പോലെ അല്ലെങ്കിൽ തേൻ ഒഴുകുന്നത് പോലാണോ വെള്ളം ഒഴുകുന്നത്? വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോകും. ഇപ്പം പ്രളയമൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ്. നിങ്ങൾ പുഴയിലേക്കൊന്ന് നോക്കുക, എത്രമാത്രം വേഗതയിലാണ് പുഴ ഒഴുകുന്നത്. വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കുക, എത്രമാത്രം വേഗതയിലാണ് വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ആ ജലം പല കല്ലുകളിലായിട്ട് ഇടിച്ചിടിച്ച് പോകുന്നത്. കാരണം അതിൻ്റെ വിസ്കോസിറ്റി വളരെ കുറവാണ്. നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന രക്തത്തിനും വിസ്കോസിറ്റി ഉണ്ട്, അതും ദ്രാവകമാണല്ലോ. ഗവേഷകർ പറയുന്നത് രക്തത്തിൻ്റെ വിസ്കോസിറ്റി 3.5 മുതൽ 5.5 സെൻറ്റിപ്പോയ്സ് വരെയാണെന്നാണ്. ഈ രക്തത്തിൻ്റെ വിസ്കോസിറ്റി അല്പം ഒന്ന് കൂടിയാൽ എന്ത് സംഭവിക്കാനാണ്? ഇപ്പോൾ ഒഴുകുന്നതിനേക്കാൾ കുറച്ചുകൂടെ പതിഞ്ഞ വേഗതയിൽ രക്തം ഒഴുകുമായിരിക്കും. അതിനപ്പുറം എന്താണ് സംഭവിക്കാനുള്ളത്? അതിനപ്പുറം പലതും സംഭവിക്കാനുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. രക്തത്തിൻ്റെ വിസ്കോസിറ്റി അതിന് അനുവദിച്ചിട്ടുള്ളതിനേക്കാൾ അല്പം ഒന്ന് കൂടിക്കഴിഞ്ഞാൽ രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ കോആഗുലേഷൻ റേറ്റ് അതിരുവിടും. പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഗവേഷകർ ഒരു അളവുകോല് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് പെക്ലെറ്റ് നമ്പർ. പെക്ലെറ്റ് നമ്പർ വേറെ 2 പാരാമീറ്റേഴ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ബൾക്ക് ഫ്ലോ, രണ്ടാമത്തത് ഡിഫ്യൂഷൻ റേറ്റ്. ഡിഫ്യൂഷൻ റേറ്റും ബൾക്ക് ഫ്ലോയും തമ്മിലുള്ള ഒരു അനുപാതമാണ് പെക്ലെറ്റ് നമ്പർ. ഇത് ഞാൻ കുറച്ചുകൂടെ ലളിതമായിട്ട് ഒരു അനാലജിയൊക്കെ വെച്ചിട്ട് പറയാം. നന്നായിട്ട് ഒഴുകുന്ന ഒരു പുഴയെ നിങ്ങൾ സങ്കല്പിക്കുക. ആ പുഴയിലേക്ക് നമ്മൾ ഒരു തുള്ളി മഷി ഇടുന്നു. നന്നായിട്ട് ഒഴുകുന്ന ആ പുഴയാണ് ബൾക്ക് ഫ്ലോ. നമ്മൾ അവിടേക്ക് ഇറ്റ് കൊടുക്കുന്ന ഒരു തുള്ളി മഷിയാണ് ഡിഫ്യൂഷൻ. ആ ജലത്തിലേക്ക് മഷിത്തുള്ളി വന്ന് വീണ് കഴിഞ്ഞാൽ
അത് ആ ജലത്തിൻ്റെ ഭാഗമായിട്ട് അലിഞ്ഞു ചേരും. നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള അനേകം കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷണം സകല കോശങ്ങളിലും കൃത്യമായിട്ട് എത്തിച്ചേരണമെങ്കിൽ അവിടെ ബൾക്ക് ഫ്ലോയും ഡിഫ്യൂഷനും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു അനുപാതം ഉണ്ടാക്കണം. ആ അനുപാതമാണ് ഞാൻ മുമ്പ് പറഞ്ഞ പെക്ലെറ്റ് നമ്പർ. വിസ്കോസിറ്റി വലിയ തോതിൽ കൂടിയാൽ ഈ പെക്ലെറ്റ് നമ്പറിൻ്റെ സന്തുലിതാവസ്ഥ തകരും. നിങ്ങളുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ആ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളൊന്നും കോശങ്ങളിൽ എത്തിച്ചേരില്ല. എൻസൈമുകളുടെ പ്രവർത്തനവും പ്രോട്ടീൻ ഫോൾഡിങ്ങും ഒക്കെ പൂർണ്ണമായും നിശ്ചലമാകും. കോശങ്ങളുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന സകല വസ്തുക്കൾക്കും ഒരു ഭീകരമായ ട്രാഫിക് ബ്ലോക്കിൽ അകപ്പെട്ടിട്ടുള്ള അവസ്ഥയായിരിക്കും പിന്നീടുണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം. നല്ല തണുപ്പുള്ള സമയത്ത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എണ്ണ കട്ടി പിടിച്ചായിരിക്കും ഇരിക്കുക. ഒരല്പം ചൂട് കൊടുത്താൽ മാത്രമാണ് നമുക്കതിനെ സ്വാഭാവികമായിട്ടുള്ള രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചൂടിൻ്റെയും തണുപ്പിൻ്റെയും ഏറ്റക്കുറച്ചിലൂടെ ഈ രക്തത്തിലെ ആ ഒരു വിസ്കോസിറ്റിയിൽ മാറ്റം വരേണ്ടതല്ലേ? ഇങ്ങനൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെയാണ് ശാസ്ത്രത്തിൻ്റെ കർക്കശമായിട്ടുള്ള നിയമങ്ങൾ വരുന്നത്. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണ് രക്തത്തിനൊഴുകാൻ സാധിക്കുന്നത്. രക്തത്തിന് മാത്രമല്ല, സകല ദ്രാവകങ്ങളുടെയും വിസ്കോസിറ്റി ആ നിയമങ്ങളുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതൊരിക്കലും അവിടെ നിന്ന് മാറില്ല. അതെങ്ങനെയാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? താപനിലയോ മർദ്ദമോ നിങ്ങൾ എത്ര കൂട്ടിയാലും എത്ര കുറച്ചാലും ഓരോ ദ്രാവകത്തിനും, പ്രപഞ്ചത്തിലടങ്ങിയിരിക്കുന്ന ഓരോ ദ്രാവകത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു മിനിമം വിസ്കോസിറ്റി ഉണ്ട്. അതിന് താഴേക്ക് ഒരിക്കലും പോകില്ല. ഇതിനെയാണ് മിനിമം വിസ്കോസിറ്റി ബൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഭൂമി മാത്രം ഒരു ഉദാഹരണമായിട്ട് എടുക്കണ്ട. പ്രപഞ്ചത്തിലുള്ള ഏത് ഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് പോകാം. അവിടെയുള്ള ഓരോ ദ്രാവകവും നിങ്ങൾക്ക് മെഷർ ചെയ്ത് നോക്കാം. അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് വിസ്കോസിറ്റി പരിശോധിക്കാം. ഓരോ ഗ്രഹങ്ങളിലും ഓരോ ഉപഗ്രഹങ്ങളിലും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള താപനിലയും മർദ്ദവും ഒക്കെയാണല്ലോ. നമ്മുടെ സൗരയൂഥം തന്നെ നിങ്ങൾക്ക് എടുക്കാം. സൗരയൂഥത്തിൻ്റെ വിവിധ കോണുകളിലുള്ള ഓരോ ഗ്രഹങ്ങളിലേക്കും പോകാം. സൂര്യൻ്റെ തൊട്ടടുത്തുള്ള മെർക്കുറിയിൽ പോകാം. ഭൂമിക്കും പിന്നിലായിട്ട് നിൽക്കുന്ന ജൂപ്പിറ്ററിലേക്കോ സാറ്റേണിലേക്കോ ഒക്കെ പോകാം. അതുമല്ലെങ്കിൽ അങ്ങ് വിദൂരതയിൽ നിൽക്കുന്ന നെപ്റ്റ്യൂണിലേക്ക് നിങ്ങൾക്ക് പോകാം. അവിടെയുള്ള ഓരോന്നും പരിശോധിച്ച് നോക്കാം. എത്ര പരിശോധിച്ചാലും ആ ദ്രാവകത്തിൻ്റെ മിനിമം വിസ്കോസിറ്റിക്ക് താഴേക്ക് ഒരു വിസ്കോസിറ്റി നിങ്ങൾക്ക് അളന്നെടുക്കാൻ സാധിക്കില്ല. കാരണം ഇതൊന്നും താപനിലയായിട്ടോ അല്ലെങ്കിൽ മർദ്ദമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്വാണ്ടം സ്ഥിരാങ്കങ്ങൾ അല്ലെങ്കിൽ ചില ക്വാണ്ടം കോൺസ്റ്റൻറ്റുകളാണ്. പ്ലാങ്ക് കോൺസ്റ്റൻറ്റ്, ഒരു ഇലക്ട്രോണിൻ്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം, ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഇത് ശരിക്കും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സ്ഥിരമായി കുടിക്കുന്ന ജലത്തിൻ്റെ വിസ്കോസിറ്റി, നമ്മുടെ ശരീരത്തിലൂടെ സ്ഥിരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തത്തിൻ്റെ വിസ്കോസിറ്റി, ഈ വിസ്കോസിറ്റി എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കൊരിക്കലും കാണാൻ സാധിക്കാത്ത, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഇലക്ട്രോണിൻ്റെ ചാർജുമായിട്ടും ഇലക്ട്രോണിൻ്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡവുമായിട്ടും പ്ലാങ്ക് കോൺസ്റ്റൻറ്റുമായിട്ടും ബന്ധപ്പെട്ടതാണ്. അത് അതേപടി കൃത്യം ആ വാല്യൂവിലുള്ളത് കൊണ്ട് മാത്രമാണ് ആ ജലം നമുക്ക് ഇതേപടി കുടിക്കാൻ സാധിക്കുന്നത്. രക്തം ഇതേപടി നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത്. അതായത് നമ്മളിങ്ങനെ ഇതേപടി ജീവിച്ചിരിക്കാനുള്ള കാരണം അത് പ്രധാനമായിട്ടും ഈ അദൃശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ നിയമങ്ങൾ കാരണമാണ്. ആ നിയമത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ജലം ഇങ്ങനെ ആയിരിക്കില്ല, രക്തം ഇങ്ങനെ ആയിരിക്കില്ല, ഒരുപക്ഷെ ഇവിടെ ജീവൻ പോലും കാണില്ല. ഇലക്ട്രോണിൻ്റെ ചാർജ് മാറുകയോ അല്ലെങ്കിൽ പ്ലാങ്ക് കോൺസ്റ്റൻറ്റിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ബോർസ് റേഡിയസ് വർദ്ധിക്കും. ബോർസ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസും അവിടുത്തെ ഇലക്ട്രോണും തമ്മിലുള്ള ദൂരമാണ്. എളുപ്പം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു പട്ടിയെയും ഒരു ചങ്ങലയും സങ്കല്പിക്കാം. നിങ്ങളുടെ കയ്യിൽ ചങ്ങലയുണ്ട്. ചങ്ങലയുടെ മറു അറ്റം പട്ടിയുടെ കഴുത്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ചങ്ങലയുടെ നീളം അനുസരിച്ച് മാത്രമേ ആ പട്ടിക്ക് നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ സാധിക്കത്തുള്ളൂ. കൃത്യമായിട്ടുള്ള അളവിലുള്ള, അളവ് മാറാത്ത ഒരു സാധാരണ ചങ്ങലയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ പട്ടി നമ്മളുമായിട്ടുണ്ടാക്കുന്ന മാക്സിമം ഡിസ്റ്റൻസിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. പക്ഷേ ആ ചങ്ങലയുടെ നീളം മാറുകയാണെങ്കിലോ? അങ്ങനെ നീളം മാറും. അങ്ങനെ നീളം മാറണമെങ്കിൽ അവിടെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൽ മാറ്റം ഉണ്ടാകണം. ഇലക്ട്രോണിൻ്റെ ചാർജിൽ വ്യത്യാസം ഉണ്ടാകണം. അതിൻ്റെ പിണ്ഡത്തിൽ വ്യത്യാസം ഉണ്ടാകണം.
അതിൻ്റെ ചാർജിലും പിണ്ടത്തിലുമൊക്കെ വ്യത്യാസമുണ്ടായി ചങ്ങലയുടെ നീളം അല്പം ഒന്ന് കുറഞ്ഞു എന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ ആ പട്ടി ആ ഉടമസ്ഥൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വളരെ അടുത്തൂടെ മാത്രമായിരിക്കും സഞ്ചരിക്കുക. അതിൻ്റെ അർത്ഥം ബോർസ് റേഡിയസ് കുറവായിരിക്കും. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനോട് കൂടുതൽ അടുക്കുമ്പോൾ ആ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനവും ആകർഷണവും വർദ്ധിക്കും. ഇതിനെയാണ് ഫിസിക്സിൽ റൈഡ്ബർഗ് എനർജി കൂടുന്നു എന്ന് പറയുന്നത്. ഒരു ദ്രാവകത്തിലാണ് ഇങ്ങനെ ആറ്റങ്ങൾ കൂടുതൽ അടുത്തടുത്ത് വരുന്നതെങ്കിൽ ആ ദ്രാവകം ഒന്ന് മുറുകും. അതിന് സുഖകരമായിട്ട് ഒഴുകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അതായത് അതിൻ്റെ വിസ്കോസിറ്റി വർദ്ധിക്കും. ആറ്റങ്ങൾ അകന്നാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് അവിടുത്തെ റൈഡ്ബർഗ് എനർജി കുറവാണെങ്കിൽ ആ ദ്രാവകത്തിന് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒഴുകിപ്പോകാൻ സാധിക്കും. അവിടുത്തെ വിസ്കോസിറ്റി കുറവായിരിക്കും. റൈഡ്ബർഗ് എനർജി വളരെ കൂടി നിൽക്കുമ്പോൾ ആ ദ്രാവകം ശരിക്കും ഒഴുകില്ല, അല്ലെങ്കിൽ അത് ഒഴുകാൻ വളരെയധികം പ്രയാസപ്പെടും. നമ്മുടെ രക്തത്തിൻ്റെ റൈഡ്ബർഗ് എനർജി അതേ രീതിയിൽ വർദ്ധിച്ചു നിൽക്കുകയാണെങ്കിൽ അതിന് കാര്യമായിട്ട് ഒഴുകാൻ സാധിക്കില്ല. ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് തന്നെ നടക്കില്ല. നമ്മൾ മുമ്പൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ജലത്തിലേക്ക് നമ്മൾ ഇറ്റിച്ചിടുന്ന ഒരു തുള്ളി മഷി, ആ മഷി ജലത്തിൻ്റെ ഭാഗമായിട്ട് അലിഞ്ഞു ചേരില്ല. എന്നുവെച്ചാൽ വെള്ളം ഒഴുകുന്നതിന് പകരം അത് നല്ല കട്ടി കൂടിയ കുഴമ്പ് പോലെ അല്ലെങ്കിൽ ടാറ് പോലെയായി മാറും. അത് ഒട്ടും തന്നെ ഒഴുകില്ല. നമ്മുടെ കോശങ്ങൾക്ക് ശ്വസിക്കാനോ ആഗിരണം ചെയ്യാനോ സാധിക്കില്ല. അത് പ്രവർത്തനരഹിതമായി മാറും. നിമിഷ നേരം കൊണ്ട് ഇവിടെയുള്ള സകല ജീവനുകളും ഇല്ലാതെയായി മാറും. ജീവൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഓക്സിജനെക്കുറിച്ചും ജലത്തെക്കുറിച്ചുമാണ്. ജലമില്ലാതെ നമുക്ക് കുറച്ച് നേരമൊക്കെ ജീവിക്കാൻ പറ്റും. ഭക്ഷണമില്ലാതെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ വായുവില്ലാതെ, ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ അതിനേക്കാൾ വലിയ പ്രാധാന്യം ഈ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റിയാണ്. ആ വിസ്കോസിറ്റി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നിമിഷ നേരത്തിന് പോലും ഒരു പ്രസക്തിയും ഇല്ലാതെയായി മാറും. ആ നിമിഷം തന്നെ ജീവനുകൾ ഇല്ലാതെയായി മാറും. ഇവിടെ മറ്റൊരു ചിന്തയ്ക്ക് കൂടി സ്കോപ്പുണ്ട്. പരിണാമത്തിന് സമയം വേണം. വളരെ സമയമെടുത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ നിയമങ്ങളൊക്കെ പതിഞ്ഞ വേഗതയിൽ മാറി വിസ്കോസിറ്റി കൂടുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതുമായി അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കില്ലേ? ഭൂമിയിലെ ജീവജാലങ്ങൾ അതെല്ലാം തീർത്തും വ്യത്യസ്തമാണ്. തിളയ്ക്കുന്ന ജലത്തിൽ സൂക്ഷ്മജീവികളുണ്ട്. നല്ല തണുപ്പുള്ള കൊടും മഞ്ഞത്ത് പോലും ജീവിക്കാൻ സാധിക്കുന്ന ജീവികളുണ്ട്. പക്ഷേ ഈ വിസ്കോസിറ്റി ഗ്രാജുവലി ഇങ്ങനെ മാറി നമ്മുടെ പരിണാമത്തിലൂടെ അതിനെ അതിജീവിക്കാൻ ഈ ജീവജാലങ്ങൾക്ക് ഒന്നും സാധിക്കില്ല. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പരിണാമത്തിന് എല്ലാത്തിനെയും മറികടക്കാൻ സാധിക്കുമെന്ന്. ഒരുപാട് സമയം കൊടുത്താലും കോടിക്കണക്കിന് വർഷങ്ങൾ കൊടുത്താലും പരിണാമത്തിലൂടെ ചില പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കില്ല. നമുക്കെന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല, സകല ജീവികൾക്കും അതിജീവിക്കാൻ സാധിക്കില്ല. ആ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മാറ്റമാണ് ഈ വിസ്കോസിറ്റിയിലെ മാറ്റം. അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണം, വിസ്കോസിറ്റിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന്. പരിണാമത്തെപ്പോലും തോൽപ്പിക്കാൻ സാധിക്കുന്നത്ര ഒരു പ്രാധാന്യം വിസ്കോസിറ്റിക്കും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും ഇലക്ട്രോണുകളുടെ ചാർജിനും ഇലക്ട്രോണുകളുടെ പിണ്ടത്തിനും ഒക്കെയുണ്ട്. ഉയർന്ന വിസ്കോസിറ്റി ശരീരത്തിലെ എല്ലാ രാസപ്രവർത്തനങ്ങളെയും ഒരേ നിരക്കിലല്ല ബാധിക്കുന്നത്. ചിലത് വേഗത്തിലും ചിലത് പതുക്കെയുമാകും. കോശത്തിലെ ആയിരക്കണക്കിന് വ്യത്യസ്ത രാസപ്രവർത്തനങ്ങളുടെ വേഗത വിസ്കോസിറ്റിയുമായി വ്യത്യസ്ത രീതികളിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിസ്കോസിറ്റി കൂടുമ്പോൾ ചില എൻസൈമുകൾ പ്രവർത്തനം പൂർണ്ണമായും നിൽക്കും, എന്നാൽ മറ്റു ചിലത് പഴയതുപോലെ തന്നെ തുടരുകയും ചെയ്യും. ഇത് മനസ്സിലാക്കാൻ ഞാൻ മറ്റൊരു അനാലജി പറയാം. 100ഓളം പേർ അടങ്ങിയിരിക്കുന്ന ഒരു ഓർക്കസ്ട്ര നിങ്ങൾ ചിന്തിക്കുക. പല തരത്തിലുള്ള വാദ്യോപകരണങ്ങളുണ്ട്. എല്ലാ വാദ്യോപകരണങ്ങളും ഒരേ അളവിൽ ഒരേ റേറ്റിൽ പതിഞ്ഞ വേഗതയിലാണ് പോകുന്നതെങ്കിലോ, അപ്പോഴും നമുക്ക് സംഗീതം തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാരണം എല്ലാ ഓർക്കസ്ട്രൽ ഇൻസ്ട്രുമെൻസിനും ഒരേ വേഗതയാണുള്ളത്. പക്ഷേ അവിടെയുള്ള വയലിനുകൾ മാത്രം നല്ല വേഗതയിലാണെങ്കിലോ, അല്ലെങ്കിൽ അതിൻ്റെ വേഗത നന്നായിട്ട് കുറഞ്ഞു എന്ന് കരുതുക. അവിടെയുള്ള ഡ്രമ്മും മറ്റു ഉപകരണങ്ങളുമൊക്കെ പഴയ നല്ല വേഗതയിൽ തന്നെ പോകുന്നു. പക്ഷേ വയലിൻ മാത്രം ഇഴഞ്ഞ് പതിയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്കൊരു മ്യൂസിക് എന്ന് പറയാൻ സാധിക്കില്ല. അത് വെറും ബഹളം മാത്രമായിരിക്കും. ജീവൻ എന്നത് കോടിക്കണക്കിന് രാസപ്രവർത്തനങ്ങളുടെ വളരെ സൂക്ഷ്മമായ ഒരു സന്തുലിതാവസ്ഥയാണ്.
വിസ്കോസിറ്റി ഒരു പരിധി കഴിഞ്ഞാൽ ബേസിക്കായ കാര്യങ്ങൾ പോലും നടക്കാത്ത അവസ്ഥ വരും. പരിണാമത്തിന് പ്രവർത്തിക്കാൻ ഒരു ക്യാൻവാസ് പോലും ഇല്ലാത്ത അവസ്ഥ. ശരിക്കും ഒരു ഡെഡ് എൻഡ്. അഥവാ ഒരു പുതിയ അന്തരീക്ഷത്തോട് ജീവൻ പൊരുത്തപ്പെടുകയാണെങ്കിൽ തന്നെ അത് നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരിക്കും. ഇത് നമ്മളെ വളരെ ദാർശനികവും ശാസ്ത്രീയവുമായ ഒരു തലത്തിലെത്തിക്കും. ഫൈൻ ട്യൂണിംഗ് ഹൈപ്പോത്തിസിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവേഷകരുണ്ട്, അതിനെ എതിർക്കുന്ന ഗവേഷകരുമുണ്ട്. ഫൈൻ ട്യൂണിംഗ് ഹൈപ്പോത്തിസിസ് അനുസരിച്ച് കൃത്യമായിട്ട് ട്യൂൺ ചെയ്തു വച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ. അത് ഏതെങ്കിലും ഒരു വ്യക്തി ട്യൂൺ ചെയ്തു വച്ചിട്ടുണ്ടെന്നല്ല പറയുന്നത്. ഇവിടെയുള്ള കോൺസ്റ്റൻസ് കൃത്യമായിട്ട് തന്നെയാണുള്ളത്. ആ കൃത്യത എന്തിനു വേണ്ടിയാണുള്ളത്? ഇത്രയും നാൾ ഗവേഷകർ പറഞ്ഞിരുന്നത് പുതിയതായിട്ട് നക്ഷത്രങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണെന്നും പുതിയതായിട്ട് കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുമാണെന്നാണ്. നക്ഷത്രങ്ങളാണ് ജീവൻ്റെ അടിസ്ഥാനം. നക്ഷത്രങ്ങൾ മാത്രമല്ല, നക്ഷത്രങ്ങൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ലോങ് ചെയിനുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകണം. ആ കാർബൺ ആറ്റങ്ങൾ കൂടിയാണ് ജീവൻ്റെ അടിസ്ഥാനം. ഇത് കൃത്യമായിട്ട് തന്നെ ഉണ്ടാകണമെങ്കിൽ പ്രധാനമായിട്ടും 2 കോൺസ്റ്റൻറ്റുകൾ അല്ലെങ്കിൽ സ്ഥിരാങ്കങ്ങൾ കൃത്യമായിട്ട് ആ വാല്യൂവിൽ തന്നെ നിൽക്കുന്നതായിരിക്കണം. ആ വാല്യൂ അല്പമൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. ഒന്ന് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻ്റ് ആണ്, മറ്റൊന്ന് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് റേഷ്യോ അല്ലെങ്കിൽ മാസ് പിണ്ഡത്തിൻ്റെ അനുപാതം. ഇത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് അങ്ങനെ തന്നെയാണെങ്കിൽ ഇവിടെ പുതിയ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകും. ആ നക്ഷത്രങ്ങളിൽ നിന്ന് കാർബൺ ആറ്റംസ് ഉണ്ടാകും. ആ കാർബൺ ആറ്റങ്ങളിൽ നിന്ന് പിന്നീട് പുതുജീവൻ ഉണ്ടാകും. പക്ഷേ ഏറ്റവും പുതിയ പ്രബന്ധം അനുസരിച്ച് ആ ഒരു ഫൈൻ ട്യൂണിംഗ് മാത്രമുള്ളതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ പറയപ്പെട്ട 2 കോൺസ്റ്റൻസും അങ്ങനെ തന്നെയാണെന്ന് കരുതിക്കോ, അതിലൊരു മാറ്റവുമില്ല. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ജീവനില്ലാതെയാവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് പല സ്ഥിരാങ്കങ്ങളാണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ഇലക്ട്രോണിൻ്റെ ചാർജ്, ഇലക്ട്രോണിൻ്റെ മാസ് അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ പിണ്ഡം. അതിലെന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ പോലും വിസ്കോസിറ്റി മാറും. വിസ്കോസിറ്റി മാറിക്കഴിഞ്ഞാൽ പിന്നെ കളി മാറി. ഇവിടെ പിന്നെ ജീവൻ ഉണ്ടാകില്ല. അതായത് ഇത്രയും കാലം ഫൈൻ ട്യൂണിങ്ങിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഗവേഷകർ പറഞ്ഞതിൽ നിന്നും ഒന്ന് വ്യതിചലിക്കേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ മാത്രം ഫൈൻ ട്യൂണിംഗ് ഉണ്ടായിട്ട് കാര്യമില്ല, ഇങ്ങനെയും കൂടി ഫൈൻ ട്യൂണിംഗ് ഉണ്ടാകണം. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫൈൻ ട്യൂണിംഗ് എല്ലാം നടന്നിരിക്കുന്നത് ഒരൊറ്റ സമയത്താണെന്നുള്ള തെറ്റിദ്ധാരണ. നക്ഷത്രങ്ങളുടെയൊക്കെ തുടക്കത്തിന് മുമ്പ് ഇവിടുത്തെ ശാസ്ത്ര നിയമങ്ങൾ ഉണ്ടാകുന്ന ആ പ്രോസസ്സിൽ ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ടു. പക്ഷേ അങ്ങനെ ഒരു ഫൈൻ ട്യൂണിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. നക്ഷത്രം ഉണ്ടാകുന്ന ആ സമയത്ത് വിസ്കോസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് ഇവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാരണം നക്ഷത്രങ്ങളിലല്ല നേരിട്ട് ജീവൻ ഉണ്ടാകുന്നത്. നക്ഷത്രങ്ങൾക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഗ്രഹങ്ങളിലായിരിക്കും. ആ ഗ്രഹങ്ങളിൽ പിന്നീട് ജീവൻ ഉണ്ടാവാനായിട്ട് കുറേയധികം കാലഘട്ടം വേണ്ടി വരും. കുറേയധികം കാലം കൊണ്ട് മാത്രമാണ് ജീവൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വിത്തുകൾ അവിടെ പാകപ്പെടുന്നത്. അവിടെ നിന്ന് ഉണ്ടായി വരുന്ന ജീവജാലത്തിന് പിന്നീടാണ് ശരിക്കും മറ്റൊരു ഫൈൻ ട്യൂണിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരുന്നത്. ഇതിനെ ശാസ്ത്രലോകം കൃത്യമായിട്ട് തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതാണ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ട്യൂണിങ്. അതായത് പരസ്പരമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പല ഘട്ടങ്ങൾ പല സമയത്ത് പല രീതിയിൽ ട്യൂൺ ചെയ്യപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കോൺസ്റ്റൻറ്റുകൾ. നമ്മുടെ ബയോളജിയിലെ കൺവേർജൻ്റ് എവല്യൂഷൻ പോലെ മനുഷ്യൻ്റെ കണ്ണുകളും ഒക്ടോപ്പസിൻ്റെ കണ്ണുകളും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ പരിണമിച്ചതുപോലെ ഫൈൻ ട്യൂണിങ്ങിലും അത്തരം പരിണാമങ്ങൾ നടന്നിട്ടുണ്ട്. നക്ഷത്രം ഉണ്ടാകാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഫൈൻ ട്യൂണിങ്, ആ നക്ഷത്രങ്ങളിൽ നിന്ന് കാർബൺ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഫൈൻ ട്യൂണിങ്, അത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു ഫൈൻ ട്യൂണിങ് നടക്കുന്നു. ആ ഫൈൻ ട്യൂണിങ്ങിലൂടെയാണ് ഈ വിസ്കോസിറ്റികൾ നിർണ്ണയിക്കപ്പെടുന്നത്. രക്തത്തിൻ്റെ വിസ്കോസിറ്റി, ജലത്തിൻ്റെ വിസ്കോസിറ്റി, തേനിൻ്റെ വിസ്കോസിറ്റി, ഓരോ ദ്രാവകത്തിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള മിനിമം വിസ്കോസിറ്റി ബൗണ്ട്. ഇത് നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറി. പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും, ബിഗ് ബാങ്ങിനെ കുറിച്ച് സംസാരിക്കും, എക്സ്പാൻഷനെക്കുറിച്ച് സംസാരിക്കും, ഡാർക്ക് എനർജിയെക്കുറിച്ചും ഡാർക്ക് മാറ്ററിനെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കും. പക്ഷേ ആ രീതിയിലുള്ള സംസാരം മാത്രം മതിയാവില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റിയെക്കുറിച്ച് കൂടി സംസാരിക്കണം.
അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങളുണ്ടായത്. അത് പൂർണ്ണമായും നമുക്ക് കാണാൻ സാധിക്കാത്ത, നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത അദൃശ്യമായിട്ടുള്ള ഒരു ക്വാണ്ടം വേൾഡിൽ നടക്കുന്നതാണ്, ക്വാണ്ടം നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. ഇവിടുത്തെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം, ആ ക്വാണ്ടം വേൾഡിൽ ഉള്ള നിയമങ്ങളൊന്നും നമ്മൾ ഈ കാണുന്ന ലോകത്ത് നടക്കുന്നില്ല. അതൊക്കെ ഇവിടെ പൂർണ്ണമായിട്ടും തെറ്റായിരിക്കും. ഇവിടുത്തെ നിയമങ്ങളല്ല അവിടുത്തെ നിയമങ്ങൾ. അവിടെ ശരിക്കും ഗ്രാവിറ്റിക്ക് പോലും ഒരു പ്രാധാന്യമില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സുഖകരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഗ്രാവിറ്റിക്കൊരു പ്രാധാന്യമുണ്ട്. ആ ഗ്രാവിറ്റി ഇല്ലായിരുന്നെങ്കിലോ ഈ ക്യാമറ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇവിടെ ഇങ്ങനെ ഒഴുകി നടന്നേനെ. ഇവിടെ നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ കാണില്ല. കാരണം ഓക്സിജൻ ബഹിരാകാശത്തേക്കൂടെ സഞ്ചരിച്ച് അതെങ്ങോട്ടൊക്കെയോ അലഞ്ഞ് ഇല്ലാതെയായി പോയേനെ. പക്ഷേ അതെല്ലാം ഇവിടെ ഉണ്ട്. ഈ ഗ്രാവിറ്റിക്ക് ക്വാണ്ടം വേൾഡിൽ പ്രസക്തിയില്ല. പക്ഷേ ക്വാണ്ടം വേൾഡിൽ നടക്കുന്ന ചില പ്രക്രിയകൾ കാരണം മാത്രമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇവിടെ ദാർശനികമായ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. പ്രപഞ്ചത്തിൻ്റെ പരിണാമം. പ്രപഞ്ചം പരിണാമത്തിലൂടെ ആർജിച്ചെടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരുപാട് കാര്യങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചം. ആ കൂടിച്ചേരലുകൾ ഇങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് നമുക്കെല്ലാം ഇങ്ങനെ ഇവിടെ നിലനിൽക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള അനേകം പ്രപഞ്ചങ്ങൾ വേറെ ഉണ്ടെങ്കിലോ? ഈ പ്രപഞ്ചത്തിൽ മാത്രമാണ് പരിണാമത്തിന് ഇപ്രകാരം വിജയിക്കാൻ സാധിച്ചത്. പക്ഷേ അവിടെയെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കോടാനുകോടി വ്യത്യസ്തമായിട്ടുള്ള പ്രപഞ്ചങ്ങൾ വേറെ ഉണ്ടായിരിക്കാം. ആ പ്രപഞ്ചത്തിലും ജലമുണ്ടായിരിക്കും, H2O എന്ന ജലം. പക്ഷേ ഇവിടെ കാണുന്ന H2O പോലുള്ളൊരു ജലമായിരിക്കില്ല. അത് ടാറ് പോലെ കൊഴുത്തു കിടക്കുന്ന, കാര്യമായിട്ട് ഒഴുകാത്ത ഒരു വസ്തുവായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ജീവന് നിലനിൽക്കാൻ പോലും സാധിക്കുകയില്ലായിരിക്കും. കാരണം ഓരോ യൂണിവേഴ്സിലുമുള്ള നിയമങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. അവിടുത്തെ പ്ലാങ്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല ഇവിടുത്തെ പ്ലാങ്ക് കോൺസ്റ്റൻറ്റ്. അവിടുത്തെ ഇലക്ട്രോണിൻ്റെ മാസ് ആയിരിക്കില്ല ഇവിടുത്തെ ഇലക്ട്രോണിൻ്റെ മാസ്. അവിടുത്തെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. എല്ലാം വ്യത്യസ്തമായിരിക്കും. മൾട്ടിവേഴ്സിനെ കുറിച്ച് കൂടി ചിന്തിക്കുമ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ധാരണയാണ് നമുക്കുണ്ടാവുക. ചിന്തിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ. ഈ പ്രബന്ധം ശരിക്കും ചിന്തകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിത്ത് പാകിക്കഴിഞ്ഞിരിക്കുന്നു. ആ വിത്തിനി മുളച്ചു വരും. ഒരുപാട് കാര്യങ്ങൾ പുതുതായി പഠിക്കാൻ ഗവേഷകർ മുന്നോട്ട് വരും. ഇതേ മേഖലയിൽ കൂടുതൽ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തു വരും. അതിലൂടെ കൂടുതൽ രസകരമായിട്ടുള്ള പ്രപഞ്ചോൽപത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ജീവൻ്റെ അടിസ്ഥാന ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരമില്ലാത്ത അനവധി ചോദ്യങ്ങളുടെ ഉത്തരം നമ്മളിലേക്ക് എത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് വായിക്കാനും പഠിക്കാനുമുള്ള ഒരു ആയുസ് നമുക്കുണ്ടായാൽ മതി. അതിനുള്ള ക്ഷമയും അതിനുള്ള കൗതുകവും ആഗ്രഹവും നമ്മൾ അവശേഷിച്ചാൽ മതി. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.